നമസ്കാരം, ഞാൻ അനു സൂരജ്, സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങളുടെ ശരീരം വളരെ മനോഹരവും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അത് ഈ ലോകത്തേക്ക് ഒരു പുതിയ ജീവനെ കൊണ്ടുവന്നു. എന്നിരുന്നാലും പല പുതിയ അമ്മമാരും പ്രസവാനന്തര ശേഷം ഒരുപാട് നെഗറ്റീവ് ബോഡി ഇമേജ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നും ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്നും ഉള്ള ഒരു ഡിസ്കഷൻ ആണ് ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത്. പ്രസവത്തിന് ശേഷമുള്ള ബോഡി ഇമേജ് ഇഷ്യൂസ് വളരെ സാധാരണമാണ്. ഇത് പുതിയ അമ്മമാരെ ഒരുപാട് സമ്മർദ്ദവും സ്വയം വിമർശനത്തിനും കാരണമാകുന്നു. ബോഡി സൈസിലും ഷേപ്പിലും ഉള്ള മാറ്റങ്ങൾ, സ്ട്രെച്ച് മാർക്സ്, ബോഡി വെയിറ്റ് ഗെയിൻ എന്നിവ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതേപോലെ സമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ, പഴയ പോലെ ശരീരത്തിന്റെ ഭംഗി നിലനിർത്താനും പഴയ പോലെ ആവാനുമുള്ള പ്രഷർ നെഗറ്റീവായിട്ട് ആൾക്കാരെ ഇമ്പാക്ട് ചെയ്യും. കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഇഷ്യൂസ് എന്ന് പറയുന്ന അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ, അല്ലെങ്കിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് കുറയ്ക്കാൻ പറ്റാതെ വരിക എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ സ്കിൻ വളരെ ലൂസ് ആവുക, അല്ലെങ്കിൽ ഫ്ലാബിയർ ആയിട്ടുള്ള സ്കിൻ എന്നുള്ള പ്രശ്നം. പിന്നെ നമ്മൾ നമ്മളെ തന്നെ പെർസീവ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസം, നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്നുള്ളത്. നമ്മൾ നമ്മളെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇമേജസ് അല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ റീൽസ് ഒക്കെ വെച്ച് നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്ട്രെച്ച് മാർക്സ് അല്ലെങ്കിൽ ബോഡിയിലുള്ള എവിടെയെങ്കിലുള്ള പാടുകൾ അത് കുറയ്ക്കാൻ എല്ലാം നമ്മൾക്കൊരു സമ്മർദ്ദം ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ജീവനെ നമ്മൾ കൊണ്ടുവന്നു, ക്രിയേറ്റ് ചെയ്തു, നർച്ചർ ചെയ്യുന്നു എന്നുള്ള കാര്യം. നമ്മളപ്പോ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ബി ജെന്റിൽ വിത്ത് യുവർ സെൽഫ്. ബോഡിക്ക് ഹീൽ ചെയ്യാനുള്ള സമയം കൊടുക്കുക. അതായത് പ്രഗ്നൻസി, ലേബർ, ഡെലിവറി കഴിഞ്ഞുണ്ടാവുന്ന ചേഞ്ചസ് അത് അത്ര ഈസി അല്ല. രണ്ടാമത്തത്, നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഇമേജോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസൺ വളരെയധികം കുറയ്ക്കുക. പിന്നെ വാട്ട് യുവർ ബോഡി ക്യാൻ ഡു എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് തിരിക്കുക. നമ്മുടെ ബോഡിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അല്ലാതെ നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ കൂടുതൽ വിമർശിക്കേണ്ടത്. ലാസ്റ്റ്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ്. സോഷ്യൽ മീഡിയ പറയുന്ന പെർഫെക്റ്റ് ബോഡി ഇമേജ് ഓർ സ്റ്റാൻഡേർഡ്സ് വെച്ച് പോവാതിരിക്കുക. സ്വയമായി അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ റെഡിയല്ലേ നിങ്ങൾ ചേഞ്ചസ് സ്വീകരിക്കാനായി?